എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, മത്സരമുണ്ട്, തകർക്കാം. ഓ, ഇന്നലത്തെ കിഴിന്റെ വെർഡിക്റ്റ് എന്തായി? ഇന്നലെ ഫുള്ള് കമൻസ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് കമൻസ്. അതായത് നമ്മൾ ഇതുവരെ ഒരു കിഴിയിൽ 2 സിനിമ കിട്ടിയിട്ട് അത് 2ആയിട്ട് കൂട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കൂല. അതായത് ഇത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സത്യമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ 1-2 തവണ ഓക്കെ കാണുന്നു, ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനാണിത് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ 5-10 വട്ടം ഇത് കാണുന്ന ആളാണ്. എഡിറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ. അതായത് അതിപ്പോൾ അടുത്ത് നമ്മൾ ടോസ് ഇട്ട് ഏതെങ്കിലും ഒരു അജണ്ട വെച്ചതിന് ശേഷമല്ലോ, അതായത് നമ്മളിപ്പോൾ അടുത്തൊരു കൃത്യമായൊരു അജണ്ട വെച്ച് തുടങ്ങിയില്ലേ, അതിന് മുൻപുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഒരു വീഡിയോ അല്ല, ഒരൊറ്റ കിഴിയിൽ നമ്മൾ 3 സിനിമകളും 2 സിനിമകളും അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാറ്റിയതാണ്, എല്ലാത്തിനും ഓരോന്നായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ്, ആ രീതിയിൽ അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇതിന് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അതായത് നമ്മൾ ഡെയിലി 3-4 ഒക്കെ വീഡിയോ ആണ് ഇടുന്നത്. ഒരു വർഷം പിന്നോട്ട് പോകണമെങ്കിൽ അത് വല്ലപ്പോഴും 2 കിഴിയൊക്കെ ഒരുമിച്ച് വരാറുള്ളൂ. തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. അല്ലെങ്കിൽ എൻ്റെ കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ട് വർക്ക് ചെയ്ത് വെറും ഇരുട്ട് റൂമിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ നമ്മളിത് അംഗീകരിക്കുന്നു, ഇത് ഈ പറഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട് ഇത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. അതായത് കൂടുതലായിട്ടും അങ്ങനെ കമൻസ് വന്നതുകൊണ്ട് ഇന്നലത്തെ കിഴി, അതായത് ഇന്നലെ അത് സമനിലയാണ്. അപ്പോൾ അത് നമ്മൾ ആ 10 കൂട്ടുന്നില്ല. അപ്പോൾ ഇന്നലെ അത് ഒരു തമിഴേ ആയിട്ട് കണക്ക് കൂട്ടുന്നുള്ളൂ. അതിന് ശേഷം 2 പോയിന്റ് നിനക്ക് വരുമ്പോൾ അത് ഇന്നലെ സമനിലയാണ്. ഓക്കെ, അപ്പോൾ ആ കിഴി അങ്ങനെ ആവുന്നു. ഇനി മുതൽ അങ്ങോട്ട് എത്ര കിഴി, ഒരു കിഴിയിൽ അത് തമിഴ് 5-10 ഉണ്ടെങ്കിലും നമ്മൾ കണക്ക് കൂട്ടില്ല, ഒന്ന് തന്നെ. യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണെന്ന് ഇന്നത്തെ അജണ്ട എന്താ? സ്റ്റാറിനെ പിടിക്കണോ, OTT പിടിക്കണോ, ഹിന്ദി പിടിക്കണോ, തെലുങ്ക് പിടിക്കണോ, മലയാളം പിടിക്കണോ? വേറെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ലാസ്റ്റ് കിട്ടുന്ന കിഴിയിൽ അതൊരു ചോദ്യമായിരുന്നു, അജണ്ട ആയിരുന്നില്ല, ചോദ്യമായിരുന്നു. അതെ. നീ ഉദ്ദേശിച്ച് പറയാൻ വന്നത് എന്താ? ലാസ്റ്റ് കിട്ടുന്ന കിഴിയില്, അതായത് ലാസ്റ്റ് കിട്ടുന്ന കിഴിയിലെ നായികമാരുടെ ഇഷ്ട സിനിമ പറയാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം അതാണോ? ചോദ്യം അതായിരുന്നു. അയ്യോ, ഓക്കെ. എന്തായാലും ഇന്നത്തെ അജണ്ട എന്താ? മലയാളം. ഓക്കെ, മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, റെഡി? ഹെഡ് എടുത്തോ. എനിക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു അമ്പാനെ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അത് ഞാനിതിനെ ന്യായീകരിക്കുന്നത് പോലെ തോന്നി, അങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്നതിന് മുൻപായിട്ട് 2 പോയിന്റ് വന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് നീ ഓർക്കുന്നില്ലേ? അതായത് നേരിട്ട് കയറി ജയിച്ചതൊക്കെ ഓർക്കുന്നില്ലേ? 2 പോയിന്റ് വന്നിട്ട്, അതായത് 2 കിട്ടി എന്ന് പറഞ്ഞ് അത് മുകളിലേക്ക് വരുന്ന സാഹചര്യം, അതായത് ക്വസ്റ്റ്യൻ അല്ലാതെ കിഴിയിൽ നിന്ന് നേരിട്ട് കയറിയ സാഹചര്യം ഓർക്കുന്നില്ലേന്ന് ചോദിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ. അത് 2 ഉണ്ടെങ്കിൽ അതിന്റെ വലിപ്പം ഉണ്ട്, അല്ലാണ്ട് പോയിന്റ് കൂടുന്നില്ല എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, പോയിന്റ് നമ്മൾ അങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല അന്ന് കളി. അതായത് നമ്മൾ 2024 കളികൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വലുപ്പം, അതായത് ഒരു പോയിന്റ് 2 പോയിന്റ് അങ്ങനെ നമ്മളിങ്ങനെ എണ്ണി കണക്കൂട്ടുന്ന രീതി ആയിരുന്നില്ല. അത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിരുന്നു എപ്പോഴും. ഏറ്റവും കൂടുതൽ വലുത് കിട്ടുന്നവർ എന്നുള്ള രീതിയായിരുന്നു. അതിന് ചിലപ്പോൾ 2 ഒരുമിച്ച് വരും. അപ്പൊ 2 വന്ന് അങ്ങനെയായിരുന്നു. പോയിന്റ് കണക്ക് കൂട്ടിയിട്ടില്ല. പോയിന്റ് തുടങ്ങിയത് ടോസ് ഇട്ട് തുടങ്ങി. അതും പ്രത്യേക അജണ്ട നമുക്ക് ഇങ്ങോട്ട് സജഷൻ വന്നതിന് ശേഷമാണ് പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങോട്ടും വെച്ചു. അതായത് ഇത്ര കിഴി എടുത്താല് അല്ലെങ്കിൽ ഇത്ര മലയാളം ഇത്ര എടുത്താല് അതിന് എണ്ണം വെച്ചിട്ടുള്ളത്. അതാണ് ഒരു കിഴിക്ക് ഒരു പോയിന്റ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യം വരുന്നതിന് മാത്രമാണ് 2 പോയിന്റ്. അതിനുശേഷം 2 വന്നിട്ടില്ല. ഇല്ല, അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചോദ്യം വരുമ്പോ, അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആരാണോ എടുക്കുന്നത് അവർക്ക് 2 പോയിന്റ്. അങ്ങനെയാണുള്ള സംഭവം വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഫസ്റ്റ് കിഴി ധീരൻ.
സിനിമയുടെ ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കേ. സിനിമ ജൂലൈ 4 റിലീസിനെത്തുന്നത്. ദേവദത്ത് ഷാജിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഭയങ്കര പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര സാധനം കേട്ടോ പ്രൊമോഷൻസ് ഒക്കെ. എന്തായാലും ജൂലൈ 4 നമ്മൾ ഇനി അടുത്തതായിട്ട് റിലീസിന് കാത്തിരിക്കുന്നത് ഈ സിനിമ കാട്ടും. സത്യം. ജൂലൈ 4. ഓക്കെ. വേറെ ഉണ്ട് കേട്ടോ ജൂലൈ 4 കുറെ സിനിമകളുണ്ട്. ജംഗാറൊക്കെ ജൂലൈ 4. അടുത്തത് ബ്ലാക്ക് മെയിൽ, തമിഴ്. GVP നായകനാവുന്ന സിനിമയാണ് ബ്ലാക്ക് മെയിൽ. സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1 സിനിമ റിലീസിനെത്തുന്നത്. MU മാരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. MU മാരൻ മാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ധനുഷിന്റെ മാരൻ സിനിമ ഓർമ്മ. എന്തോ ഒരു അപരാധം സിനിമയാണ് അത് OTT റിലീസായിരുന്നു അല്ലേ. അടുത്തത് ദ പാരഡൈസ്. സിനിമയിൽ നാനി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശ്രീകാന്ത് ഒടേലയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അനിരുദ്ധാണ് മ്യൂസിക്. 2026 മാർച്ചിലേക്കാണ് സിനിമ റിലീസിനെത്തുന്നത്. മാർച്ച് 26 അല്ലേ. എന്തല്ലേ അടിപൊളി ഫോട്ടോ അല്ലേ, കാലത്തിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന. ഓക്കെ. അടുത്തത് വെട്രിമാരൻ STR മൂവി. STR 49. ഓക്കെ. അതായത് ഈ സിനിമയുടെ പ്രൊമോ ഷൂട്ട് നടന്നു എന്നുള്ളത്, അതായത് ലൊക്കേഷൻ ലീക്കായിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ അല്ല. ഇപ്പോൾ അതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതുപോലെ നമ്മുടെ റാമില്ലേ, ഡയറക്ടർ റാം, ആൾ പറഞ്ഞിട്ടുണ്ട് ആളിതിൻ്റെ പ്രൊമോ കണ്ടു, അടിപൊളി സാധനം എന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല ടൈറ്റിൽ ടീസർ ഇനി ചെയ്യാൻ പോകുന്നുണ്ട്, ടൈറ്റിൽ വീഡിയോ അതെ ഇനി ചെയ്യാൻ നിൽക്കുവാണെന്നാണ് കേട്ടത്. ഓക്കെ. അടുത്തത് വെട്രിമാരൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മോളിവുഡ് ടൈംസ് 2-0 ഓഗസ്റ്റ് 1 സിനിമയുടെ ഷൂട്ട് തുടങ്ങും കേട്ടോ. നെസ്ലനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അഭിനവ് സുന്ദർ നായിക്കാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഭിനവ് സുന്ദർ നായിക് നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിന്റെ ഡയറക്ടർ. ഇതൊന്നും തകർക്കും തോന്നുന്നു. കട്ട നെഗറ്റീവ് തന്നെ ആയിരിക്കും, പറയാൻ പറ്റില്ല എങ്ങനെയാണ് എന്നുള്ളത്. ശരിക്ക് അതായത് നമ്മുടെ നെസ്ലന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒന്ന് കാണണം. ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? അത്രക്ക് ഭീകരമായിട്ട് കണ്ടിട്ടില്ല. ഇല്ല. ഓക്കെ. ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട്. അതുണ്ട്, അതിന് കുറവൊന്നുമില്ല. ഓക്കെ. അടുത്തത് ഹരിഹര വീരമല്ലു. ഹരിഹര വീരമല്ലു സിനിമയുടെ ഒഫീഷ്യൽ ട്രailer 3 വരും. ജൂലൈ 3 വരും. 11:10. ഓക്കെ. രാവിലെ തന്നെ വരും. രാവിലെ നോക്കിയിട്ട് പുറത്ത് വരും. 11:10 അല്ലേ. പിന്നെ ഇവരുടെ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ല, വരുമോ ഉള്ളത് കണ്ടറിയാം. അല്ലെങ്കിലും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായിട്ട് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഹൃദയപൂർവ്വം. ഞാൻ പ്രതീക്ഷിച്ചത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാറ്റ് എങ്ങോട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്, കാണാം. ഓണം റിലീസിന് എത്താനുള്ള പടമാണ്. ഞാനതല്ല ആലോചിക്കുന്നത്, ഈ ലാലേട്ടനെ ഏത് സംഗീത് പ്രതാപ് എത്ര ചെറിയ ചെക്കനെന്നറിയാലോ, അതായത് പക്ക സുഹൃത്തിനെ അവൻ തന്നെ ഏതോ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ. അതായത് എത്ര വലിയ ലെജൻഡ് ആണോ അതോ എന്റെ കൂട്ടുകാരനാണോന്ന്. കാരണം അത്രയും അങ്ങേരെ എവിടെയും പോവുകയും ഇനി ഒരു 5 വയസ്സുള്ള കൊച്ചിനെ കൊണ്ടുകൊടുത്തു അവിടെ മൂപ്പരൊക്കെ ആയിരിക്കും. ഈ ലാലേട്ടന്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്. അതായത് ആ സിറ്റുവേഷനിൽ ആള് എല്ലാവരോടും ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കര സുഹൃത്തിനെ പോലെ ആയിരിക്കും. ശേഷം അടുത്തൊരു സെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പില്ല, അത് പ്രതീക്ഷിക്കരുത്. പിന്നെ ആളെ മനസ്സിലാവില്ല, അറിയില്ല. അങ്ങനത്തെ രീതി അല്ല ആള്. അത് അവിടെ എന്താണോ അവിടെ ആള് ഫുള്ള് ഇതായിരിക്കും, എൻഗേജഡ് ആയിരിക്കും. അത് ഭയങ്കര കമ്പനി ആവുന്ന ബന്ധമായിരിക്കും. അതാണ്. ഓക്കെ. അടുത്തത് തീർന്ന് കണ്ണപ്പ. അയ്യോ, കണ്ണപ്പ കിട്ടുന്നത് ഭയങ്കര ഒരു വിഷമാണ്, ഭാരമാണത്. കണ്ണപ്പ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ശരിയായ രീതിയിൽ വന്നിട്ടുണ്ട്. 9 കോടി എന്നല്ല, അതിനേക്കാൾ കുറച്ച് കൂടി നേടിയിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 13.50 ആണ്. 13.50 CR. ഓക്കെ, കൊള്ളാം. എന്ത് കൊള്ളാന്ന്. പ്രഭാസൊക്കെ 4.5 കോടി കൂടുതൽ കിട്ടിയില്ലേ? 9 അല്ല പറഞ്ഞോണ്ടില്ല, റൂമേഴ്സിൽ നിന്നില്ലേ 4.5 കോടി കൂടുതൽ കിട്ടാന്ന് പറഞ്ഞാല്. അയ്യോ, അല്ലേ ഇന്നലെ വിഷ്ണു മഞ്ജു പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് പ്രഭാസ് ബ്രദർ ഇതിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഇത്രയും ഇനീഷ്യൽ കളക്ഷൻ
ഫസ്റ്റ് ഡേ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ കരുതിയപ്പോ 30-50 കിട്ടിയെന്ന്. അതല്ല, ഞാൻ അതൊന്നുമല്ല ആലോചിക്കണം. ഇവരപ്പൊ ഈ സിനിമയ്ക്ക് ഇവരെത്ര പ്രതീക്ഷിച്ചോണ്ടിരുന്ന ടോട്ടൽ ഇനീഷ്യൽ കളക്ഷൻ? ഒരു 3.5 അതിലൊക്കെ ഒതുങ്ങുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പറയൂ. അത് ഇൻഡസ്ട്രീറ്റിന്റെ പോസ്റ്റർ തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട്, അത് വേറെ സത്യം. എന്താണെങ്കിലും അടുത്ത കിഴി എടുത്തിട്ടുണ്ട്. സൂര്യ 46 സിനിമയുടെ കണ്ടന്റ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന 800 cc എഞ്ചിന്റെ മാരുതിന്റെ അതിന് കഥയായിരിക്കും എന്നാണ്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഇതിന്റെ കഥ. ഇതൊരു ഫാമിലി മൂവി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ തന്നെ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിലേ സാധ്യത വളരെ കുറവാണ്. കാരണം ആൾറെഡി ബയോപിക് കുറച്ച് ഇപ്പോൾ ചെയ്തു. അതെ, പിന്നെ സൂറാ റിപ്പോർട്ടിന്റെ ഒരു അതേ രീതിയിലുള്ള സാധനം തന്നെയല്ലേ ഈ മാരുതി എഞ്ചിന്റെ ഇതിലേക്ക് വരുമ്പോ. കാരണം മറ്റേത് വിമാനമാണെന്നുള്ളൂ, ഇത് കാറാണ്. ഇത് മാറ്റമുള്ളത് ത്രില്ലില്ല. ഇനി അല്ലെങ്കിൽ തന്നെ ആള് ചെയ്യുന്ന സിനിമകളും അങ്ങനെ തന്നെ ആയി പോയി. പിന്നെ വെങ്കിയാറിലൂർ ഇപ്പൊ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും ഇപ്പം ഒരു കുറച്ച് വർഷം മുന്നത്തെ കഥയാണ്. ഇപ്പം മറ്റേ ലാസ്റ്റ് ലക്കി ഭാസ്കർ ആണെങ്കിലും അതിന് മുന്നേ ചെയ്തതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ചേഞ്ച് കൊണ്ടുവരണ്ടേ? ഇതിൽ വരുമ്പോഴും വർഷം നോക്കുമ്പോൾ അതേപോലൊക്കെ തന്നെയാണ്. എന്നാലും അത് ഒരു പ്രശ്നമല്ല, പക്ഷേ ഒരു മാറ്റമാണ്. ജോണറിലൊക്കെ വ്യത്യസ്തതാണ് ഏത് കാലഘട്ടത്തിൽ പറഞ്ഞാലും. അപ്പം എന്തായാലും എഞ്ചിനെ കാത്തിരിക്കണ്ട മാരുതിൻ്റെ അല്ലേ? അത് പോയിക്കണം. കറുപ്പ് ഇന്ന് നിന്റെ കറുത്ത ദിവസമാണ്. 3-0 കറുപ്പ് സംഭവം. തുടക്കത്തിലുള്ള ആ സാധനം ഉണ്ടല്ലോ അതിൽ തന്നെ പോയി. ഏതാടാ ന്യായീകരണ രീതിയിലുള്ള ഒരു സാധനമാണ്. അങ്ങനെ അവിടെ തന്നെ പോയി. പിന്നെ കണ്ണപ്പൻ കൂടെ കിട്ടിയില്ലേ? പിന്നെ കണ്ണപ്പൻ കിട്ടിയപ്പോ ഞാൻ തീർന്ന്. ഓക്കെ, അപ്പോൾ കറുപ്പ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇതിന്റെ ഫൈറ്റ് മാസ്റ്റേഴ്സിന്റെ കൂടെയുള്ള നമ്മുടെ സൂര്യയുടെ ഒരു പിക്ക് പുറത്തു വന്നിട്ടുണ്ട്. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കറുപ്പ്. അല്ലേ, ഇനിയിപ്പോ അത് എന്താവോ എന്തോ അറിഞ്ഞൂടാ. ഫൈറ്റ് ഒക്കെ ഉള്ളത് വ്യക്തമല്ലോ, ഉറപ്പിച്ചല്ലോ. അതെന്താണെങ്കിലും ഉണ്ടാവും. അതെ അതെ, എടുക്കണല്ലേ. കാത്തിരിക്കുകയാണ്. പാട്രിയോട്ട് സിനിമയുടെ എടപ്പാളിൽ ഷൂട്ട് നടക്കുന്നുണ്ട്. ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ മഹേഷ് നാരായണനും ഇതിന്റെ ഫൈറ്റ് മാസ്റ്ററും നിൽക്കുന്ന ഒരു പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ, ഒരു പിക്കും. എന്തായാലും മാസീവായിട്ടുള്ള ഫൈറ്റ് രംഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ പൊട്ടി പറത്തുന്ന പരിപാടി. നമ്മളൊരു ചെറിയൊരു അപായ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ വഴിക്ക് അലർജി ഉള്ളവരൊന്നും പോകരുത്. പൊടി പാറുന്ന അടിയായിരിക്കും, പ്രശ്നമാവും. ഓക്കെ, പകല് പോവാന്ന്, രാത്രിയിൽ ആ ഏരിയയിലേക്ക് പോയിരുന്നു. ആട് 3 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ആട് 3 സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ജൂലൈ 4 തുടങ്ങും. ജൂലൈ 4. യെസ്. എവിടെയായിരുന്നു? പാലക്കാട് വെച്ചാണ് അടുത്ത ഷെഡ്യൂൾ. ആട് 3 സംഭവം അല്ലേ? മിഥുൻ മാനുവൽ തോമസ് കാത്തിരിക്കുകയാണ്. ഒരു 1-1.5 പൊളി വിളിക്കണം. വലിയ സിനിമകളുടെ കൂടെ ഒന്നും പോയിട്ട് ഇത് വെക്കരുത്, അത് ക്ലാഷ് വെക്കരുത്. കാരണം നമുക്ക് ഇതൊക്കെ വേറെ അങ്ങനെ സെപ്പറേറ്റ് കണ്ടിട്ട് എൻജോയ് ചെയ്യാനുള്ളതാണ്. അടുത്തത് ഡീസൽ സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഹരീഷ് കല്യാണിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്ന പോസ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഹരീഷ് കല്യാൺ. ചോദ്യം ലാസ്റ്റ് കിഴിയാണ്, ചോദ്യമായിരിക്കും അറിയാം. 4-3 ഒരെണ്ണം കൂടി കിട്ടിയായിരുന്നെങ്കിൽ കാട്ടുകുമണി വ്യത്യാസത്തില്. ഓക്കെ, അടുത്ത കിഴി ചോദ്യം ഇതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട SRK മൂവി ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആളുടെ പേര് അമർ അമർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കുറേ ഉണ്ട്. ഷാറുഖ് ഖാൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. വീർസാറ എൻ്റെ ഫേവറേറ്റ് സിനിമയാണ്. സത്യം. ചക് ദ ഇന്ത്യ ഫേവറേറ്റ് ആണ്. പിന്നെ
ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, എന്റെ പൊന്നെ ഷാറുഖ് ഖാന്റെ ലിസ്റ്റ് എടുത്ത എത്രയാടാ? കൽ ഹോ ന ഹോ. ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊക്കെ എന്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഏറ്റവും ഫേവറേറ്റ് ഏതാ? ഏറ്റവും ഫേവറേറ്റ് എനിക്ക് കബി ഖുഷി കബിയും മാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പാട്ടൊക്കെ ഗംഭീരാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ബോറായിട്ട്. എനിക്ക് കരൺ ജോഹറിന്റെ ഒരുപാട് സിനിമകളെ അങ്ങനത്തെ ക്രിഞ്ചടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ പലതും കരൺ ജോഹറിന്റെ പടങ്ങൾ. പിന്നെ ഓം ശാന്തി ഓം, എന്റെ പോൽ, റബ്ബിനെ ബനാദേ ജോഡി, അങ്ങനെ എത്രയാ ഉള്ളത്, കുറേ ഉണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് കബി ഖുഷി കബിയും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സിനിമ. ഓക്കെ, ഇപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടുപോളൂ, ഒന്നൊന്നും എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് വന്ന കുറച്ച് സിനിമകളില്ലേ അതേ ഇഷ്ടപ്പെടാത്തുള്ളൂ, സത്യം. ബാക്കിയെല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ ശരിക്കും ഇതിൽ ഇപ്പോൾ നമ്മുടെ റബ്ബിനെ ബനാദേ ജോഡിയല്ലേ, അതൊക്കെ ലോജിക്ക് വെച്ച് നോക്കിയിട്ടും അല്ലാതെയും ഒക്കെ നോക്കി കഴിഞ്ഞ് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അതുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. ഇത് ഈ SRKന്റെ മൂവി, പക്ഷെ തീരെ സഹിക്കാൻ പറ്റാത്ത ചില സിനിമകൾ ഇപ്പോൾ തോന്നുന്നുണ്ടെന്നുള്ളൂ. ജവാനും പത്താനും അങ്ങനെയൊക്കെ. എന്താണെങ്കിലും SRK സിനിമകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ പെട്ടുപോകും, സത്യമായിട്ടും പറയാം. അത് പെട്ടുപോകും. അപ്പം നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ ഞങ്ങൾ എന്തൊക്കെ പറയും? അല്ല, ചിലത് ഒറ്റൊന്ന് ഭയങ്കര വലുപ്പത്തിലുണ്ടാവും. അത് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്, അത് നമ്മുടെ വ്യൂവിൽ നോക്കിയിട്ടാണ് ബുദ്ധിമുട്ട്. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. സ്വദേശമൊക്കെ ഭയങ്കര ഇപ്പൊ ചക്ദ ഇന്ത്യ അതിൽ മാറി നിൽക്കുന്ന സിനിമയാണ്. ചക്ദ ഇന്ത്യ അത് ലെജൻസ് ഉള്ളതാ. ഇപ്പൊ ഷാറുഖ് ഖാന്റെ ഫാൻസിലെ ലെജൻസിനുള്ളതാണ്. അതായത് ഞാൻ ഭയങ്കര വേറെ ലെവല്, ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സിനിമ വ്യൂവറാണ് എന്ന് പറയുന്നവർക്ക് ഒറ്റടിക്ക് പറയാൻ പറ്റുന്ന പേരാണ് ചക്ദ ഇന്ത്യ. അത് ശരിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രയോറിറ്റി കൊടുത്ത് വെച്ചിരിക്കുന്ന കുറെ സിനിമ ഓരോരുത്തരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ പൂക്കി എന്നൊക്കെ വിളിക്കും. സത്യം മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ ഇവന് ഭയങ്കര റൊമാൻറ്റിക് ഇതുള്ള ഒരാളാണ് കേട്ടോ എന്നൊക്കെ പറയും. അതാണ് സത്യം. പക്ഷെ ചക്ദ ഇന്ത്യനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിലേക്ക് മൈ നെയിം ഈസ് ഖാൻ, മൈ നെയിം ഈസ് ഖാൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ വീർസാറ തന്നെ എൻജോയ് സാധന സിനിമ, അത് തന്നെ ഒരു ഒന്നൊന്നര മുതൽ സാധനമാണ് അത്. അങ്ങനെ ഇഷ്ടം പോലെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.